വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ അത് ഒരു അവസരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പാർലമെന്റില് ഇവിടുത്തെ എംപിമാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസും അതുപോലെ തന്നെ CPM-ന്റെയും അതുപോലെ CPI-യുടെയും എല്ലാ എംപിമാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് കേന്ദ്രത്തിനെതിരെ എല്ലാം കൂടെ ചേർന്ന ഒരു സഖ്യമാണല്ലോ ഇന്ത്യ സഖ്യം. അങ്ങനെ ഒരു സഖ്യമായിട്ട് തന്നെ ശക്തമായിട്ട് തന്നെ BJP ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തമ്മിൽ മത്സരിച്ചു അവരെ. ആ ഇംഗ്ലീഷ് അറിയാത്തവരും ഇംഗ്ലീഷ് അറിയാവുന്നവരും എല്ലാം ഉണ്ട്, പ്രഗത്ഭന്മാരും ബുദ്ധിജീവികളും എല്ലാം. പക്ഷേ നിത്യാനന്ദ റായ് ആണ് ഇതിന് മറുപടി പറയേണ്ടത്. അതായത് സഹമന്ത്രിയായ നിത്യാനന്ദ റായ് മറുപടി പറയേണ്ട ചോദ്യങ്ങളാണ് അവർ ചോദിച്ചത്, അദ്ദേഹത്തോടാണ് ചോദിച്ചത്. പക്ഷെ മറുപടി പറയാൻ വന്നത് അമിത്ഷായാണ്. ഈ കാര്യങ്ങളെല്ലാം ശരിക്കും പഠിച്ചു മനസ്സിലാക്കി വന്ന അമിത്ഷാ. അദ്ദേഹത്തിന്റെ ആ മറുപടി കേട്ടാൽ കേരളത്തിലുള്ള എംപിമാരൊക്കെ എത്ര പഠിക്കാത്തവരാണ്. സാധാരണ നമ്മളൊക്കെ പറയുന്ന പൊട്ടലിനുള്ള ഭാഷയാണ്. നമ്മൾ എംപിമാരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലാത്തതുകൊണ്ട് ആ വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ കാര്യങ്ങൾ പഠിക്കാതെ അവതരിപ്പിക്കുന്ന തീരകേസരികളാണ് നമ്മുടെ എംപിമാർ എന്ന് തെളിയിച്ചു കഴിഞ്ഞു. അതായത് അവരെല്ലാം പറഞ്ഞത് കേന്ദ്രം റെഡ് അലർട്ട് നൽകിയില്ല, കേന്ദ്രം നടപടിയൊന്നും സ്വീകരിച്ചില്ല, അതുകൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായത് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് പഴിയാരിക്കൊണ്ട് രക്ഷപ്പെടാൻ കേരള ഗവൺമെന്റിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും BJP-ക്ക് ഇട്ടൊരു കൊട്ടുകൊട്ടാനും വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അതുകൊണ്ട് അമിത്ഷാ തന്നെ ഇതിന്റെ മറുപടി പറയാനായിട്ട് വന്നു. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞു, സാധാരണഗതിയിൽ നിത്യാനന്ദ റായ് മറുപടി പറയേണ്ട ഒരു വിഷയമാണിത്. പക്ഷെ ഞാൻ തന്നെ വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയം പാർലമെന്റിൽ കള്ളം പറഞ്ഞുകൊണ്ടാണ് CPM കോൺഗ്രസ് എംപിമാർ അവതരിപ്പിച്ചത്. അതുകൊണ്ട് സഭയെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. സഭയിൽ കള്ളം പറയാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ നിയമം. അലിഖിതമല്ല, ലിഖിതമായ നിയമം. അതുകൊണ്ടാണ് താൻ ഇടപെടുന്നത്. അതായത് ദുരന്തം ഉണ്ടാകുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ 20-ാം തീയതി തന്നെ കേന്ദ്രത്തിന്റെ വാണിംഗ് കൊടുത്തിരുന്നു. അവിടെ നിശ്ചിതമായിട്ടുള്ള മണ്ണിടിച്ചിലേക്ക് നയിക്കാവുന്ന രീതിയിലുള്ള മഴ പെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് അവിടെയുള്ളവരെ എത്രയും വേഗം മാറ്റിപ്പാർപ്പിക്കണം. കേരള ഗവൺമെന്റ് കമാന്നൊരക്ഷരം വേണ്ടിയില്ല. അങ്ങനെ ഓരോ ദിവസവും 21, 22, 23 അങ്ങനെ ഓരോ ദിവസവും ഒരാഴ്ച മുമ്പ് തൊട്ട് വാണിംഗ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ശരിയാണ്, കുറച്ചുപേരെ പുഞ്ചിരിപ്പാടം പുഞ്ചിരി വട്ടം ഏരിയയിൽ നിന്ന് മാറ്റി പാർപ്പിക്കുകയുണ്ടായി. അത് സത്യമാണ്. പക്ഷേ മാറ്റി പാർപ്പിച്ചോ ആ മലവെള്ളപ്പാച്ചിലിൽ, ആ ഉരുൾപൊട്ടലിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങുന്ന ഏരിയയിലേക്കാണ് മാറ്റിയത്. അതുകൊണ്ട് അവരുടെയും കൂടി ജീവൻ നഷ്ടപ്പെടുകയായി ചെയ്തത് എന്ന് പറഞ്ഞാൽ ഗൗരവമായിട്ട് അവരെ എടുത്തില്ല. ഇപ്പൊ ടൗൺഷിപ്പിനെ കുറിച്ചൊക്കെ പറയുന്നു. ഇത് വാസ്തവത്തിൽ 2011 മാധവ് ഗാഡ്ഗിൽ കൊടുത്ത റിപ്പോർട്ട്, പരിസ്ഥിതി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതാണ് ഇത് ഇക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ള ഒരു മേഖലയാണ്, ഇവിടെ ജനവാസ യോഗ്യമല്ലാത്ത മേഖലയാണ് എന്നുള്ളത് പറഞ്ഞിരുന്നതാണ്. ഇവിടെയുള്ള ആൾക്കാരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നും അദ്ദേഹം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരുന്ന 2011 തന്നെ. ആ മാധവ് ഗാഡ്ഗിലിനെതിരെ വമ്പിച്ച പ്രതിഷേധമാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് കൊണ്ടുവന്നത്. നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് തന്നെയാണല്ലോ അത് നടന്നത്, അത് കൊണ്ടുവന്നത്. ആ സമയത്ത് അതിനെ അനുകൂലിച്ച് സംസാരിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ അന്തരിച്ച PT തോമസ്. അദ്ദേഹം ജീവിച്ചിരിക്കുകയാണ്. അന്ന് പ്രതീകാത്മകമായിട്ടുള്ള ശവസംസ്കാരം നടത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഇടുക്കിയിലും അതുപോലെ തന്നെ വയനാട്ടിലും രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രതിഷേധിച്ചത്. നമ്മൾ മറക്കരുത്. ആ പ്രതിഷേധക്കാരൊക്കെ ജനങ്ങളുടെ ജീവന് ഒരു ചുക്കിന്റെ വില, ഉണങ്ങിയ ചുക്കിന്റെ വില പോലും നൽകിയില്ല എന്നുള്ളതാണ് സത്യം. പുല്ലിന്റെ വില പോലും നൽകിയില്ല എന്നുള്ളതാണ് സത്യം. അതിന്റെ ഫലമാണ് നമ്മൾ ഇവിടെ അനുഭവിക്കുന്നത്. ഇത്ര വിദഗ്ധമായിട്ടുള്ള ശാസ്ത്രീയമായി പഠിച്ച ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ വളരെ നിസ്സാരമായിട്ട് അത് കർഷകർക്കെതിരായിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത് ഉത്തരേന്ത്യയിൽ നടന്ന കർഷക സമരം പോലെ അവരുടെ നന്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ബില്ലുകൾ ലോബിയിസ്റ്റുകൾ പറഞ്ഞു നിങ്ങൾക്കെതിരാണെന്ന്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ അവിടെ ക്വാറിയിങ് നടത്തുന്നതിന്, ആ തരത്തിലുള്ള വാണിജ്യവൽക്കരണം നടത്തുന്നതിന് എല്ലാം, അതായത് വൻ ലാഭം ഉണ്ടാക്കുന്ന വിളകൾ അവിടെ ഉത്പാദിപ്പിക്കുന്നതിന്, റിയൽ എസ്റ്റേറ്റുകൾ ഉണ്ടാക്കുന്നതിന് ഒക്കെ തടഞ്ഞിരുന്നു. അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത പ്രദേശമാണിതെന്ന് പറഞ്ഞിരുന്നു. അപ്പോ ഇതുകൊണ്ട് തങ്ങളുടെ വാണിജ്യം തകരുമെന്ന് കണ്ട ഈ ബുദ്ധിമാന്മാർ അവിടുത്തെ കർഷകരെ പറഞ്ഞിളക്കി, നിങ്ങൾക്ക്
ഇത് തിരിച്ചടിയാവും. നിങ്ങൾക്കെതിരായിട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇതിനെ എതിർക്കണമെന്ന് പറഞ്ഞ് അവരെ ഇളക്കി. പാവങ്ങൾ ഇറങ്ങി, അവർ പ്രതിഷേധിച്ചു. എല്ലാ പാർട്ടികളും അവരെ സഹായിക്കുകയും അവിടെ സഹകരിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തു അന്ന്. ആ സംരക്ഷണത്തിന്റെ ഫലമായിട്ടാണ് ജനങ്ങൾ ഒരു സംരക്ഷണവും ഇല്ലാതെ രായ്ക്ക് അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് മലവെള്ളപ്പാച്ചിലിൽ, ഉരുൾപൊട്ടലിൽ ദുരന്തമനുഭവിച്ചുകൊണ്ട് ഒഴുകിപ്പോയത്. അതായത് സ്വന്തം ബന്ധുക്കൾ പോലും ഒഴുകിപ്പോകുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട വീട്ടുകാർ. അങ്ങനെയുള്ള വീട്ടുകാരുടെ ഒരു ശവപ്പറമ്പായിട്ട് മേപ്പാടി മേഖല മുഴുവൻ മാറിയതിന്റെ കാരണം നമ്മൾ ഈ ഗാഡ്ഗിൽ കമ്മിറ്റി പോലുള്ള ശാസ്ത്രീയമായിട്ടുള്ള റിപ്പോർട്ടുകളെ അവഗണിച്ചത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് വളരെ ദുർബല മേഖലയാണ്. മണ്ണൊലിപ്പ്, അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്, ഇങ്ങനെയൊക്കെ ഉണ്ടാകാവുന്ന വളരെ ദുർബലമായിട്ടുള്ള പ്രദേശമാണ് എന്നുള്ള മുന്നറിയിപ്പ് നമുക്ക് നൽകിയതാണ്. നമ്മൾ അതിനെതിരെ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധമാണ് ഇന്ന് നമ്മുടെ വിഷാദമായിട്ട് മാറിയിരിക്കുന്നത്. ഒരിക്കലും അടക്കാനാവാത്ത, ഒരിക്കലും താങ്ങാനാവാത്ത ഒരു വിഷാദമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ടത്ര മുന്നറിയിപ്പുകളൊക്കെ കേന്ദ്രം നൽകിയിരുന്നു. അതിന്റെ കുഴപ്പമല്ല. ഇവിടെ മുഖ്യമന്ത്രി എന്ത് ചെയ്യുകയായിരുന്നു? മുഖ്യമന്ത്രിക്ക് ഉപദേഷ്ടാക്കളുടെ ഒരു വൃന്ദം തന്നെ ഉണ്ടല്ലോ, ശാസ്ത്ര ഉപദേഷ്ടാവ് വരെ ഉണ്ടല്ലോ. അവരൊക്കെ എന്തിനാ വെച്ചിരിക്കുന്നത് ഈ ശമ്പളം കൊടുത്തിട്ട്? അതുപോലെ മുഖ്യമന്ത്രിക്ക് ഒരു ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, ഹെലികോപ്റ്ററിൽ വിദഗ്ധന്മാരെ അങ്ങോട്ട് അയക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ രക്ഷാസൈന്യത്തെ അങ്ങോട്ട് അയക്കാമായിരുന്നല്ലോ. അതിനെപ്പറ്റി ഒരു വാക്കും നമ്മൾ കേൾക്കുന്നില്ലല്ലോ. രായ്ക്ക് പറഞ്ഞ നിമിഷം ഇവിടെ വന്ന് രക്ഷപ്പെടുത്തിയത് ഇന്ത്യൻ പട്ടാളം, ഇന്ത്യയുടെ അഭിമാനമായ ഇന്ത്യൻ പട്ടാളമാണ്. ബെയിലി പാലം നിമിഷങ്ങൾക്കുള്ളിൽ തീർത്ത് അതിന്റെ മേധാവി തന്നെയാണ് അതിൽ കൂടി വണ്ടി ഓടിച്ചുകൊണ്ട് മറ്റാർക്കും കടക്കാനാവാത്ത, മറ്റാരും ഭയന്നു പോകാൻ പേടിക്കുന്ന സ്ഥലങ്ങളിലേക്ക് സ്വയം വണ്ടി ഓടിച്ചുകൊണ്ട് ആളുകളുടെ ജീവൻ രക്ഷയ്ക്കുള്ള ഒരു പാലമായി സ്വയം തീർന്നത്. അത് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ രക്ഷയ്ക്ക് നമ്മളെപ്പോഴും എതിർപ്പുകൾ പ്രകടിപ്പിക്കാറുള്ള ഈ പട്ടാളക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രാഷ്ട്രീയക്കാരല്ല എന്നുള്ളൊരു ബോധ്യം കൂടി നമ്മളിൽ ഉൽപ്പാദിപ്പിക്കാനും നമ്മളെ പഠിപ്പിക്കുന്നതിനും ഈ സംഭവം സഹായിച്ചിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് കരുതേണ്ടത്. എന്തായാലും പറഞ്ഞു മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പുനർവിചിന്തനം ഉണ്ടാകണം. ജനങ്ങളുടെ സുരക്ഷ തന്നെയാണ് പ്രധാനം, അല്ലാതെ കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് വെള്ളം നൽകുന്നതല്ല എന്നുള്ള ഒരു പ്രയോറിറ്റി കൂടി തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവേണ്ടതാണ്. പണ്ടൊരിക്കല് ഒരു സെക്രട്ടേറിയറ്റിന്റെ ഉപരോധം ഉണ്ടായപ്പോൾ അവിടേക്ക് മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായിട്ടുള്ള S.C. ദത്തൻ പോയപ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് പ്രതികരണം ചോദിച്ചു. ബുദ്ധിമുട്ടി നടന്നാണ് അദ്ദേഹം പോകുന്നത് കണ്ടത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എന്തിനാ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ നടക്കുന്നത്? ഇതിലും വീണ്ടും വീണ്ടും പത്രക്കാര് അവരുടെ ഒരു രീതി അനുസരിച്ച്, പ്രൊഫഷണൽ രീതി അനുസരിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് നിശബ്ദമാകാമായിരുന്നു. അതിന് വേറെ അദ്ദേഹം പറഞ്ഞത്, വേറെ പണിയൊന്നുമില്ലേ, തെണ്ടാൻ പോയി കൂടെ എന്ന്. ഇപ്പോ ആ ചോദ്യം അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കേണ്ട സമയമായിരിക്കും എന്ന് തോന്നുന്നു. സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ഗവൺമെന്റിന്റെ ശമ്പളവും പറ്റിക്കൊണ്ട് അദ്ദേഹം ഇരിക്കുകയാണ്. ഇങ്ങനെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, മേപ്പാടിയിലെ പുഞ്ചിരിവട്ടത്തെയൊക്കെ ആ പ്രശ്നങ്ങള് കേരളത്തെ മുഴുവൻ കണ്ണീരണിയിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഇതിനെക്കുറിച്ചൊരു ഉപദേശം നൽകാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? കേന്ദ്രത്തിന്റെ വാണിംഗ് പതിവായി വരുന്നത് പോലെ വന്നിരുന്നുവല്ലോ. എന്നിട്ട് അതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി അതിനുവേണ്ട രക്ഷാപ്രവർത്തനം എന്തുകൊണ്ട് ഏറ്റെടുത്തില്ല? അവിടെ ഒരു റെഡ് അലർട്ട് ഉണ്ടാവേണ്ടതിന്റെ സാഹചര്യം, പെയ്ത മഴയുടെ തോതനുസരിച്ച് മണ്ണിടിച്ചിലുണ്ടാകാം, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാം എന്നുള്ള മുന്നറിയിപ്പ് വന്നിട്ട് ഇതൊക്കെ അവിടെ കിട്ടുന്നുണ്ടാവുമല്ലോ ആ മെയിൽ വഴി. ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കുകയല്ല അദ്ദേഹം. പിന്നെ എന്ത് ജോലിയാണ് അവിടെ ചെയ്യുന്നത്? അവിടെ നിന്ന് റോക്കറ്റ് വിക്ഷേപിക്കുകയാണോ? അല്ലല്ലോ. ഇതൊക്കെ പഠിച്ചിട്ട് വേണ്ട ഉപദേശം ഗവൺമെന്റിനും ജനങ്ങൾക്ക് നൽകാതെ അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? അപ്പൊ അന്ന് അദ്ദേഹം ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, പോയി തെണ്ടിക്കൂടെ എന്ന് പത്രക്കാരോടന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പൊ അത് ചോദ്യം തിരിച്ചു ചോദിക്കുകയല്ല, അതൊന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ്. വളരെ കഷ്ടമാണ്. കേരളത്തിന് ഇങ്ങനെയുള്ള രക്ഷാ ദൗത്യങ്ങളിലും രക്ഷാ നിർദ്ദേശങ്ങളും കിട്ടേണ്ട സമയത്ത് ഇവിടൊക്കെ കേന്ദ്രം റിപ്പോർട്ട് അയച്ചിട്ടും അദ്ദേഹം ഗവേഷണമൊന്നും നടത്തണ്ട. ഗവേഷണം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരാഴ്ച മുമ്പ് തന്നെ ഇത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ മോദി തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് വന്ന മെയിൽ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേണ്ട അലർട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയായ ആഭ്യന്തരമന്ത്രിക്ക്
എന്തുകൊണ്ട് അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞില്ല? അദ്ദേഹത്തിന്റെ പേര് എന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല? അദ്ദേഹം ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയെന്ന് വെറുതെ സെക്രട്ടറിയിൽ വന്നിരുന്ന് ശമ്പളം വാങ്ങിച്ചിട്ട് പോവാണോ? അത് സംശയം കൊണ്ട് ചോദിക്കുക. അപ്പൊ ഇതല്ലേ അദ്ദേഹത്തിന്റെ എന്താണ് ഇനി പ്രത്യേകമായിട്ട് കേരള സംസ്ഥാനത്തിന്റെ വകയായിട്ട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുകയാണോ? അറിയില്ല, ഇതൊന്നും എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് എങ്ങും കണ്ടിട്ടില്ല. നമ്മുടെ അറിവുകേട് കൊണ്ട് ചോദിച്ചു പോവുക.